ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കര ശങ്കരൻകുട്ടിയേട്ടന് ഈ നാടിന്റെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള അധ്വാനത്തിന്റെ മനോഹരമായ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ആദരവോടെ പ്രിയപ്പെട്ട വിജയേട്ടന് ഗുരുജനങ്ങൾക്കും മാതാപിതാക്കൾക്കും കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഈ കലോത്സവത്തിൻ്റെ സമാപന വേദി സമ്മാനദാനത്തിന് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ആദ്യമായി ഞാൻ ഇന്ന് ജഗദീശ്വരനോട് നന്ദി പറയട്ടെ. ജന്മനാൽ തന്നെ ഈശ്വരൻ നമ്മൾക്ക് എല്ലാവർക്കും പല കഴിവുകളും തന്നിട്ടുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളുടെ ഗുരുക്കളും മാതാപിതാക്കളുമാണ്. ജയിച്ചാലും ഇല്ലെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ കൂടി ഈ കലോത്സവത്തിന്റെ സംഘാടകരോടും പ്രത്യേകിച്ച് മോഹൻദാസ് മാഷിനോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയ വേദി, ഇപ്പോൾ കിട്ടിയ സമയം ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. കാരണം വിളിച്ചു വരുത്തിയിട്ട് രണ്ട് വാക്കെങ്കിലും സംസാരിക്കണ്ടേ. കുറേ നേരം പറഞ്ഞു ഇന്നസെൻറ്റിൻ്റെ ശബ്ദം എടുക്കും, ഇന്നസെൻറ്റിൻ്റെ ശബ്ദം എടുക്കുന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തിനാ അതിനെ കൊണ്ടുവന്നത്? ആ ഫുഡിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾ ഫുഡ് കൊടുക്കുന്ന ആളാണ്. ഇവിടുന്ന് സമ്മാനം മേടിച്ചു പോകുന്ന ആൾക്കാർ അധികം പേരും സിനിമയിലോ സീരിയലിലോ എത്തിപ്പെട്ടിട്ടുമില്ല. ഇത് ജന്മനാ കിട്ടുന്ന ഒരു കഴിവും ഇവിടുന്ന് കിട്ടിയ സമ്മാനങ്ങളെ മുൻപോട്ട് നയിക്കാനുള്ള ഒരു വേദിയുമൊക്കെയാണ് ഇതുപോലെയുള്ള യുവജനോത്സവ വേദികൾ. അത് എല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇവിടെയെല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. 5 മിനിറ്റ് മിമിക്രി പഠിക്കുന്നു, 5 മിനിറ്റ് മോണറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് ഭരതനാട്യം പഠിക്കുന്നു, അല്ലെങ്കിൽ 7 മിനിറ്റ് ഭരതനാട്യം പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ അവൾ വേറെ ഒരു ജീവിതം നേടി പോകുന്നു. സ്കൂളിൽ സമ്മാനം കിട്ടുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് വേണ്ടത്. നാടിൻ്റെ നന്മ അറിയുന്ന, നാടിനെ മനസ്സിലാക്കുന്ന നല്ല കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ശബ്ദം കേൾക്കണ്ടേ? എന്തായാലും സമ്മാനം ഒരു 2 മിനിറ്റ് വൈകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷം. ഇന്നസെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിൽ ഇന്നസെന്റ് ഒരു മനോഹര TTR കഥാപാത്രമാണ്. ഈ TTR കഥാപാത്രം ഒരു മനോഹരമായ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അഴകാന നീലിമയിൽ ഒരു മൂലിയോടി വരും, എല്ലാരിയോടി വരും തോണിക്കുട്ട. ഇന്നല്ലെങ്കിൽ നാളെ വരും, നാളില്ലെങ്കിൽ മറ്റന്നാൾ വരും, എന്നാലേ ഏതാലേ തോണിക്കുട്ട. ഇത് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്ന സിനിമയിലെ ഇന്നസെന്റിന്റെ ഒരു ശബ്ദമാണ്. നമ്മൾ നേരെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പേടിക്കുന്ന ഒരു മനോഹരമായ രംഗമുണ്ട്. താക്കോലെടുക്കാൻ മറന്നുപോയിട്ട് അത് വീണ്ടെടുക്കാൻ പോകുന്ന ഒരു മനോഹരമായ രംഗം. ഇതും കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യാം. നിങ്ങൾ എന്തായാലും മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. രാഘവോ, മാടമ്പിള്ളിയിൽ യക്ഷിയുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് വന്നു, നിനക്ക് ഞാൻ ധൈര്യമായിട്ട് തന്നു. എന്നിട്ടിപ്പോ രാഘവോ 4 വഴി എന്ന് വലിക്കുക, അത്രയല്ലേ രാഘവ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. രാഘവോ, രാഘവോ, നീ ഒളിച്ചു നിന്നാണോ പെയിന്റ്
റാം.